ഹലോ. ചക്ക ചക്ക അത് മലയാളികൾക്ക് എന്നും ഒരു വികാരമാണല്ലേ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക്. പണ്ട് കുട്ടിക്കാലത്തെ തൊടിയിൽ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ചക്ക ഇപ്പോൾ കിട്ടാനില്ല. കാരണം ഇവിടുത്തെ ചക്കയൊക്കെ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് മറുനാട്ടിലേക്ക് എത്തിയിരിക്കുകയല്ലേ. ചക്കയ്ക്ക് എങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് എന്ന് പേര് കിട്ടിയെന്നറിയോ? പോർച്ചുഗീസ് വേർഡായ ജാക്ക, JACA, അതിൽ നിന്നാണ് ജാക്ക് ഫ്രൂട്ട് എന്ന പേര് കിട്ടിയത്. അതായത് നമ്മുടെ ചക്ക. പുവർ മാൻസ് ഫ്രൂട്ട് എന്നാണ് ചക്ക അറിയപ്പെടുന്നതെങ്കിലും ചക്ക ഇപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ട് വന്ന് മലയാളികളും ചക്ക ക്യാഷ് കൊടുത്ത് മേടിക്കാൻ തുടങ്ങി. പേരിനി റിച്ച് മാൻസ് ഫ്രൂട്ട് എന്ന് മാറ്റേണ്ടി വരുമോ? പണ്ട് കാർന്നോമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2 തരത്തിലുള്ള ചക്കയാണ് ഉള്ളത്, കൂഴച്ചക്കയും വരിക്കച്ചക്കയും. ഇപ്പോൾ ചക്കയ്ക്ക് എന്തുമാത്രം വെറൈറ്റി ആണെന്നറിയോ? വരിക്കയിൽ തന്നെ എത്ര വെറൈറ്റിയാണ്. വിയറ്റ്നാം ഏർലി, സീഡ്ലെസ് അല്ലെങ്കിൽ ഗംലെസ്, സിന്ദൂർ വരിക്ക, J33, ചാമരച്ചക്ക, ഇനിയും ഉണ്ട് കേട്ടോ കുറേ. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ദേ നമ്മുടെ പറമ്പിലെ സീഡ്ലെസ് അല്ലെങ്കിൽ ഗംലെസ് എന്ന് പറഞ്ഞ പ്ലാവിൻ്റെ അവസ്ഥ കണ്ടോ? മെയ് മാസത്തിലെ ലാസ്റ്റ് വീക്കിലെ പൊരിഞ്ഞ മഴയിൽ മറിഞ്ഞു വീണതാണിവൻ. അവസാനം അവനെ ഞങ്ങൾ ഉറപ്പിച്ചു കേട്ടോ. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇവനിപ്പോൾ 2ാമത്തെ തവണയായി വീഴുന്നത്. ഇത്തവണ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്, ഇനി മേല വീണേക്കരുതെന്ന്. അടുത്ത കൊല്ലം നിറയെ ചക്ക ഉണ്ടാവാനുള്ള പ്ലാവാണിത്. നിന്നെ നീ തന്നെ കാത്തോളണേ. ദേ വരണു അടുത്തവൻ. വിയറ്റ്നാം ഏർലിയാണ്. പകുതിക്ക് വെച്ച് ഒടിഞ്ഞുപോയി. നല്ല കാറ്റും നല്ല മഴയുമായിരുന്നു. കഷ്ടം തോന്നിപ്പോയി. പിന്നെ തോന്നി ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ സ്വാഭാവികമാണ്. എത്രയോ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന കർഷകരുണ്ടല്ലേ. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്